എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ ചേർന്ന് ഒളിച്ചു ഓടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴറിയാം? പോലീസൊക്കെ ഇൻവെസ്റ്റിഗേഷൻ വരും, അല്ലെങ്കിൽ പേരൻസ് പറയും എൻ്റെ മോളെ കാണുന്നില്ല, എൻ്റെ മോനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അതിനുശേഷം അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് അവരിന്ന സ്ഥലത്തുണ്ട് ഇങ്ങനെ ഒളിച്ചോടി കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്നാൽ ഇപ്പം ഒളിച്ചോടി പോയവർ തന്നെ ലൈവ് ഇട്ട് കുടുംബത്തെ അറിയിക്കും, ഞങ്ങളാരും തപ്പി വരണ്ട, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് ഒളിച്ചോടി ഒരു ഒളിച്ചോട്ടം ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. ഒരു ചേട്ടത്തിയുടെ ഭർത്താവിനെ കൊണ്ട് അനീതി പോയത്. അപ്പോൾ അതിനുശേഷം അവർ വീണ്ടും ഒരു വീഡിയോ ഇട്ടു. എന്താ, ഞങ്ങൾ ഈ തിങ്കളാഴ്ച പോവുകയാണ്, പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും, ഞങ്ങളിപ്പോൾ പോകാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പം ആണ്ട ഈ വേട്ടവളീൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന്, വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല, ഇനി പെങ്കൊച്ചിൻ്റെ സാലറി കിട്ടിയിട്ട് വേണമായിരുന്നു ഇവർക്ക് പോകാൻ. എന്തായാലും കാര്യങ്ങളൊക്കെ ഒരു തരത്തിലായി എന്ന് തന്നെ പറയാം. എൻ്റെ പൊന്നോ, ആൾക്കാർക്കൊന്നും ഒരു പേടിയില്ല അതിനെക്കുറിച്ചൊന്നും. എന്ന് വെച്ചാൽ ആര് കണ്ടാലോ ആര് അറിഞ്ഞാലോ ഒന്നും ഒരു വിഷയമില്ല അല്ലേ. ഈ പെങ്കൊച്ചിൻ്റെ തൻ്റെ ഇടമാണ് എടുത്തു പറയേണ്ടത്. അവൾ ചേട്ടത്തിനെ പറ്റിച്ചേച്ചും പോവുകയാണ്, ചേട്ടത്തിൻ്റെ പിള്ളേർക്കും തുണയില്ലാതാക്കിയിട്ട് ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് പോവുക. പോകുന്ന വഴിക്ക് ഇങ്ങനെ അങ്ങ് വീഡിയോ ഇട്ട് തകർക്കുകയാണ്, ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ പോവും. ഇപ്പം നേരെ പറയുന്നു ഗുരുവായൂർ എങ്ങാണ്ട് പോയിട്ട് ഒരു റൂം എടുത്തു, അവിടെ താമസിക്കുമായിരുന്നു 2 പേരും, ചേട്ടനും അനീതിയൊക്കെ ഭാര്യ ഭർത്താവായിട്ടൊക്കെ അവിടെ കഴിയുമായിരുന്നു. അതിനുശേഷം സാലറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, അത് വരാത്ത കാരണം കയ്യിലുണ്ടായിരുന്ന ഫോൺ വിറ്റ് പൈസയ്ക്ക് ലോഡ്ജിലെ പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ പൈസ ഇല്ല കയ്യിൽ. അങ്ങനെ വന്നപ്പോൾ എന്തായി, ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകാം, ഈ പെങ്കൊച്ച് വിചാരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവനും വിചാരിച്ചു അവൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും ഒരാൾ കണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അങ്ങനെ പോലീസ് വന്ന് അത് വിഷയമായി. അതിനുശേഷം എന്ത് ചെയ്തു, ഈ കൊച്ചു വീട്ടിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ല, പൊക്കോളാം. പിന്നെ ആ തന്തയും തള്ള അതല്ലാതെ എന്തു പറയും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളതിൽ അങ്ങനെയല്ലേ പറയൂ, നീ കടക്കടി പുറത്തൊന്നും പറയത്തില്ലേ? കാരണം സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയ അനിയത്തിനെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ? സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തന്തയ്ക്കും തള്ളയ്ക്കും ഒരു ഇതില്ലേ? മൂത്ത മോളെക്കുറിച്ച് ആദ്യമില്ലേ? ഈ മോളെക്കുറിച്ചുള്ള ആദ്യം ഉള്ള പോലെ തന്നെ സ്വന്തം സഹോദരിയെക്കുറിച്ച് അവർക്കില്ലേ ആദ്യം? അവൾക്ക് വേറെ 2-3 പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളും ഉണ്ട്, അതുങ്ങളെവിടെ പോവും? അതൊക്കെ ഓർത്തപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഓർക്കുന്ന കാരണവന്മാർ ഇവിടെ വീട്ടിൽ കയറ്റത്തില്ല, വന്ന വഴി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഏതോ അനാഥാലയത്തിൽ പോയി ചേർന്നെന്ന്. അവിടെ കിടക്കട്ടെ, അങ്ങോട്ട് അവിടെ കിടന്ന് അറിയിക്കട്ടെ, അപ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ അവൾ ചെയ്ത തെറ്റ് എത്രമാത്രം ഉണ്ടെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോയിൽ പറയുന്നതാണ് അതിലേറെ വിചിത്രമായ കാര്യങ്ങൾ കേട്ടോ. നമുക്കൊന്ന് കേട്ടാലോ. ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ്, ഒന്നും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ, എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്, ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് തന്നെ ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ ഇനി ആരും ഞങ്ങൾ അന്വേഷിക്കാൻ പിടിക്കാനേ വരരുത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ കണ്ടാകൊണ്ട് പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്, ഞാൻ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ചേച്ചിക്ക് ഒരു ഓഫർ വെക്കും അനീതി. അതെ, ഞാനേ ചേച്ചിയോട് പറയുവാ, ചേച്ചി ഞാൻ ചേട്ടനെ കൊണ്ട് പോകണമെന്ന് കടിച്ചു തിന്നാനൊന്നും ഞാൻ പോകുന്നില്ല, ചേച്ചിക്ക് കാണണമെന്ന് പറഞ്ഞത് ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ചേച്ചിക്ക് എന്നാന്ന് വെച്ചാൽ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നോ. ഇവളെന്താ ഉദ്ദേശിച്ചേ? കെട്ടി ഈ പുള്ളി ചേട്ടത്തിനെ അനിയത്തിനെയും പോറ്റി പൊറിപ്പിക്കണമെന്ന് ഇവൾ വിചാരിച്ചോ? അങ്ങനെയാണ് ഇവൾ ഇറങ്ങിപ്പോയേ? ഈ കുരുത്തം കെട്ടതിനെയൊക്കെ എന്താ ചെയ്യണ്ടേ? എന്നിട്ട് ഒരു വണ്ടിക്കൂലിക്ക് പോലും പൈസ എടുക്കാൻ ഇല്ലാത്ത വേട്ടവളിയൻ്റെ കൂടെ പോയിട്ട് ഇവളിപ്പം നട്ടം തിരികെ കിടന്ന് കാരണവന്മാരെയും കണ്ണീരിലാഴ്ത്തി, ചേച്ചീനെയും കണ്ണീരിലാഴ്ത്തി, അതുങ്ങളുടെ കുഞ്ഞുങ്ങളെയും കണ്ണീരിലാഴ്ത്തി. എന്നിട്ട് ഇതെല്ലാം പോട്ടെ, ഇവൾ പറയാണ് അവളിനി മുസ്ലിം മതം സ്വീകരിച്ചു എന്ന്. അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറയാം മുസ്ലിം മതം സ്വീകരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നണത് എന്നാണെന്നറിയാമോ, ഈ മുസ്ലിം മതം സ്വീകരിക്കുമ്പോൾ അവരുടെ ബുർക്കയുണ്ടല്ലോ, എന്തായാലും നാട്ടിൽ നാണം കിട്ടും. ഇവള് വീഡിയോയിലെല്ലാം അവളുടെ മുഖം അങ്ങ് അവളുടെ ആ തേഞ്ഞോഞ്ഞ മോന്ത ഇങ്ങനെ കാണിച്ച് എല്ലാവർക്കും പരിചയമായല്ലോ. അപ്പോൾ ഇവള് വിചാരിച്ചാണ് ഈ ബുർക്കയൊക്കെ ഇട്ട് മുഖം മൂടി അങ്ങ് നടക്കാം, അപ്പോൾ മുസ്ലിം മതം അങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ തോന്നുമ്പോൾ ചെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന മതം മുസ്ലിം മതമൊക്കെ. ഈ മാതിരി കോപ്രായങ്ങളൊക്കെ കാട്ടി ഈ കേരളത്തിലുള്ളവരെ വീഡിയോ എടുത്ത് അറിയിച്ചു ഇവള് ചെയ്യുന്ന ചെറ്റത്തരങ്ങളല്ല. എന്നിട്ട് ഇവള് പറയണം മുസ്ലിം മതത്തിൽ ചേരാൻ വന്ന ഏതെങ്കിലും മുസ്ലിം മതക്കാർ ചേർക്കുമോ? ഏതെങ്കിലും അവൾ ഏത് മതത്തിലാണ് വേണം അവരെ തല്ലി പുറത്താക്കിയിട്ടുണ്ട് അവളെ. എന്നിട്ട് ഇവളിനി അടുത്ത മതത്തിൽ പോവുകയാണ്. എന്തിനാ അവരുടെ തലയും കൂടെ പറിക്കാനോ? എന്തിനു പോകുന്നത് നീ? മുസ്ലിം മതം സ്വീകരിക്കുവാണെങ്കിൽ ഇവർക്ക് ബുർക്കയിട്ട് നടക്കാമല്ലോ, അപ്പോൾ ആരും മുഖം കാണത്തില്ലല്ലോ. അപ്പോൾ മുഖം കണ്ട് നേരിട്ട് വന്നല്ലോ അടിയോ നേരിട്ട് വന്നല്ലോ തെറിയും പറഞ്ഞാൽ അത് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അല്ല ഇവളുടെ മോന്ത കാണുമ്പോൾ ആൾക്കാർ വല്ല കാർക്കിച്ച് തുപ്പിയാലോ എന്ന് വിചാരിച്ചിട്ട്
ഇവളപ്പോൾ അവളൊരു തീരുമാനം എടുത്തു, എന്നാൽ പിന്നെ മുസ്ലിം മതം സ്വീകരിച്ച് അങ്ങ് ബുർക്കയൊക്കെ ഇട്ട് നടക്കാൻ തീരുമാനം. അതാണ് എനിക്ക് തോന്നിയത്. അല്ല, മുസ്ലിം സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ കാരണം വെച്ചാൽ ഇങ്ങനെ മുസ്ലിം മതമൊക്കെ സ്വീകരിക്കണമെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ പോയി സ്വീകരിക്കാൻ പറ്റുമോ? ഇവള് പറയുന്നു ഇപ്പോൾ മുസ്ലിം മതം സ്വീകരിക്കാൻ നടക്കുമെന്ന് അവിടെ അയൽക്കത്തുള്ളവരൊക്കെ പറയുന്നു. മറ്റൊരു കാര്യമാണ്, ഇവിടെ ആദ്യമായിട്ടിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ചേട്ടൻ്റെ ഒപ്പം പോവുകയെന്ന് പറഞ്ഞിട്ടുള്ളേ. എൻ്റെ പൊന്നെ, ആ വീഡിയോ ഒന്ന് കേൾക്കണം. ഇവളെ കല്യാണം ഉറപ്പിച്ചിരുന്ന ആ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ വീട്ടുകാർ ഇവൾക്ക് ഡ്രസ്സ് എടുത്തത്, കല്യാണ ഡ്രസ്സ് എടുത്തത് വീട്ടിൽ കൊണ്ട് കൊടുത്തേ അന്നാണ് ഇവള് ചേട്ടനെ കൂട്ടിക്കൊണ്ട് ഓടിയത്. എന്നിട്ട് ഓട്ടോറിക്ഷയിൽ ഇരുന്ന് അവള് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത്. എൻ്റെ പൊന്നെ, ഇവൾക്കുള്ള ഈ തൻ്റെ ഇടം എനിക്ക് തോന്നുന്നത് ആമത്തോടിൻ്റെ തൊലിക്കട്ടിയാന്ന് തോന്നുന്നു ഇവൾക്ക്. ആമത്തോടിൻ്റെ അത്രയ്ക്കുണ്ട്. ഇത്രയും നാണമില്ലാതെ ആൾക്കാർക്ക് അത് എങ്ങനെ പറ്റണമെന്നാണ് ഞാൻ ചിന്തിക്കണേ. ഒരു നാണം ഉളുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക്. എന്നിട്ട് അവൾ അതെല്ലാം അങ്ങോട്ട് വീഡിയോ ഇടുക. അതേ, ഞാൻ കടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല, ചേച്ചിക്ക് വേണമെങ്കിൽ വന്നോളാട്ടോ, ചേച്ചിയും കൂടെ കൂടിക്കുക. എന്നിട്ട് അവനാണെ ഇരുട്ടത്തിരിക്കുക, മാനം കെട്ടവൻ. എന്തിനാ ഇരുട്ടത്തിരിക്കുന്നത്? നിൻ്റെ മോന്ത ഇങ്ങോട്ട് കാണിക്കും നീ നാട്ടുകാരെ. ഒളിഞ്ഞിരുന്ന് എന്തോ പറയുക നീ അവിടെ ഇരുന്ന്. എനിക്ക് 22 വയസ്സായി, ഞാൻ 19 വയസ്സിൽ തുടങ്ങിയ പ്രേമം തന്നെ, തൊലിഞ്ഞ പ്രേമം. അയ്യോ, 19 വയസ്സിൽ സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവിനെ വീട്ടിൽ ചേച്ചി കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അവൾക്ക് തോന്നിയ പ്രേമം പോലും. ഇത് പ്രേമമാണോ? പ്രേമം എന്നൊക്കെ ഇതിന് പറയരുത് നീ. വെറുതെ നല്ല അന്തസ്സായിട്ട് പ്രേമിക്കുന്നവരുടെ കൂടെ ശാപം മേടിച്ച് വെക്കരുത്. കാരണം ഇത് പ്രേമമൊന്നും അല്ല കുഞ്ഞെ, നിനക്ക് എന്തോ കാമഭ്രാന്ത് ഇളകിയിട്ട് നീ ചെയ്ത് കൂട്ടുന്ന ഇതൊക്കെ. അല്ലാതെ നീ ഇത് ഒരു പ്രേമമാണെന്ന് പറഞ്ഞ് ആ പരിശുദ്ധ പ്രണയത്തെ ഒന്നും ഇതിനകത്ത് കൂട്ടിയഴിക്കരുത്. സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ, ഇവൾക്ക് ആത്മാർത്ഥമായിട്ട് അയാളെ പ്രണയിച്ചിരുന്നു എങ്കിൽ അവൾ ഒരിക്കലും ഈ ഒരു ചതി ചേച്ചിയോട് കാണിക്കില്ല. അല്ലെ, അവളൊരു വിട്ടുവീഴ്ച ചെയ്യും. യഥാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് നഷ്ടബോധം വന്നാൽ പോലും ഒരു പക്ഷേ അവർ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും. എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സ്നേഹമാണല്ലോ, അപ്പം എൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ചേച്ചീനെയോ എൻ്റെ ചേച്ചിയുടെ കുട്ടികൾക്കോ ഒരു പ്രശ്നം വരരുത്, അല്ലെ എൻ്റെ കുടുംബക്കാർക്കൊരു ഇത് വരരുത് എന്ന് വിചാരിച്ച് മിക്ക പ്രണയങ്ങളും അങ്ങനെയല്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സകല പ്രണയങ്ങൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ് പ്രണയം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ട്. നഷ്ടപ്രണയം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവളുടേത് പ്രേമം ഇത് എനിക്ക് തോന്നുന്നില്ല. ഇതിന് കാമഭ്രാന്താണ്. അതുകൊണ്ടാണ് ഈ മാതിരി പോക്കൃത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടണേ. ചേച്ചി അവിടെ ചേച്ചിയുടെ കണ്ണ് വെട്ടിച്ച് ചേട്ടനെ കൊണ്ട് നടന്നവളാ. എന്നിട്ട് ഇപ്പോൾ അവൾക്ക് അതും മൂത്തിട്ട് അവൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലാതെ വന്നപ്പം അവൾ ചേട്ടനെ കൊണ്ട് പോയതാ. ഇപ്പം ആണ്ടെ അവന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അവനും പോയി, അവളും പോയി. അമ്മ, എനിക്കിപ്പോൾ 22 വയസ്സ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. അതൊക്കെ ശരി തന്നെ, നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ ജീവിക്കുക. എന്തിനും ചേച്ചിയുടെ ഭർത്താവിനെ നീ സെലക്ട് ചെയ്തേ? അതാണല്ലോ എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സ്വന്തം ചേച്ചീനെയാണ്. എന്നുവെച്ചാൽ പ്രേമമൊന്നായിരുന്നില്ല. റീസെൻ്റ് ആയിട്ടാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ ആ ചേച്ചിയും ചേച്ചിയുടെ 3 കുട്ടികൾ, ചെറിയ കുട്ടികൾ, മൂത്ത കൊച്ച് 5-ലും പിന്നത്തെ കുട്ടി 4-ലും, പിന്നത്തെ കൊച്ചിന് 4 വയസ്സേ ഉള്ളൂ, ചെറിയ കുട്ടികൾ. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു പോയി കഴിയുമ്പം അവളുടെ ഒരു നിസ്സഹായാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. വെച്ചാൽ നമ്മൾ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ധൈര്യം കൊടുക്കാനും സാരയില്ലടി എന്ന് പറയാനും ബന്ധുക്കളും സ്വന്തക്കാരും അയൽക്കാരൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഭർത്താവിന് തുല്യം ഭർത്താവ് മാത്രമേ ഉള്ളൂ. അവളുടെ ഒരു തുണയാണ് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം അവളുടെ ഒരു വീക്ക് പോയിന്റിലോ അല്ലെങ്കിൽ ഒരു സംരക്ഷണ വലയമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അവളൊരു ഡിസപ്പോയിൻ്റായിട്ട് നിന്ന ഒരു നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അകന്നു പോകുക എന്ന് പറഞ്ഞാൽ എത്ര വേദനിപ്പിക്കുന്ന സംഭവം അത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞപ്പം എനിക്ക് ഇത്രയും ഒരു ദേഷ്യം തോന്നിയത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. അവർക്ക് ഒരു ജോലിയില്ല എൻ്റെ ചേച്ചിക്ക്. ചേട്ടനായിരുന്നു എല്ലാ കാര്യവും നോക്കിയിരുന്നത്. അപ്പോൾ ജോലിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ നോക്കലും പഠിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ അവരങ്ങ് ഒരു സഡൻ ബ്രേക്ക് ഇട്ട് ഒരു വണ്ടി സകല ഇതും നിന്ന് പോയിട്ട് ഒരു എടുക്കാൻ പറ്റാതെ നിന്ന് പോയി കാട്ടിന് നടുക്ക് പെട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ അവരങ്ങ് നിശ്ചലമായി പോയൊരു നിമിഷം. ആ വീട്ടിൽ പിന്നെ വയസ്സായ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കോ പണിക്ക് പോകാനോ ഒന്ന് അധ്വാനിച്ചുകൊണ്ട് കൊടുക്കാനോ ആരുമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ജസ്റ്റ് 38 ഏജിൽ ഒരു വിധവയായി പോയിപ്പോൾ അവർക്ക് വന്നൊരു ഡിസപ്പോയിൻമെൻറ്റ്. അവർ ഒരു നടുക്കടലിൽ ചെന്ന് പെട്ടിട്ട് നിൽക്കുന്ന പോലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ നിമിഷം ഈ പെൺകുട്ടിയുടെ ചേച്ചീനെ ഓർത്തുപോയി. അവർക്ക് 3 കുട്ടികളാണ്. ആ കുട്ടികളെ എങ്ങനെ പോറ്റും അവർ? എങ്ങനെ അധ്വാനിക്കുക? അവർക്കൊരു ജോലി കിട്ടുന്നത്? കുഞ്ഞുങ്ങൾ പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ കുട്ടികളെ ഇട്ടിട്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. നമ്മളത് മനസ്സിലാക്കണ്ടേ? കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ആരെ ഏൽപ്പിച്ചിട്ട് അവർ ജോലിക്ക് പോകും? അപ്പോൾ ആ പെണ്ണിൻ്റെ പേരൻസ് ആരോഗ്യമുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോകാം. അതില്ലാത്തൊരു സാഹചര്യത്തിൽ ആ സ്ത്രീ നിൽക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ഇത്ര ഒരു ദേഷ്യം തോന്നിയത്. സ്വന്തം ചേച്ചിയോട് ഈ മാതിരി ഒരു ക്രൂരത അവർക്ക് ചെയ്യാൻ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അതൊരു സ്നേഹമല്ല അവളുടേത്. അവൾക്ക് തോന്നിയതൊരു പ്രണയമല്ലായിരുന്നു.
അങ്ങനെയായിരുന്നെങ്കിൽ അവൾ വിട്ടുവീഴ്ച ചെയ്തേനെ, എൻ്റെ സ്വന്തം ചേച്ചിയാണല്ലോ എന്ന് വിചാരിച്ച് അവൾ വിട്ടുകൊടുത്തേനെ. ഇത് അവൾക്ക് തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവളിൽ കാമഭ്രാന്താണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മുമ്പും, കഴിഞ്ഞ വീഡിയോയിൽ അത് പറയാൻ കാരണം ഇതാണ്, മുതുകാമഭ്രാന്ത്. അതുകൊണ്ടാണ് ഈ മാതിരി ചെയ്തികളൊക്കെ ചെയ്തു കൂട്ടിയത് പുള്ളിക്കാരി. എന്തായാലും മൂഞ്ചി തെറ്റി വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരും കയറ്റിയില്ല, ഇറക്കി വിട്ടു, അനാഥാലയത്തിൽ പോയി ചേർന്നു. അതിന് ഇപ്പം മുസ്ലിം ആകാൻ നടക്കുക. പെണ്ണെ വല്ല അപായപ്പെടുത്താതെയൊക്കെ ഇവർക്ക് ചെയ്യാൻ തോന്നിയില്ല, അത് തന്നെ വലിയ ഭാഗ്യം അല്ലേ. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായാനേ, അതിലൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അവന് എങ്ങനെയാ ഭാര്യയുടെ മുഖത്ത് നോക്കും ഈ നാണം കെട്ടവൻ? എങ്ങനെ നോക്കും സ്വന്തം ഭാര്യയുടെ മുഖത്ത്? ഭാര്യയുടെ അനിയത്തിനെ സ്വന്തം അനിയത്തിയല്ലേ, ആ അനിയത്തിനെ കൊണ്ട് പോയവൻ തിരിച്ചു വന്നിട്ട് ഈ ഭാര്യയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഒരു നാണം കെട്ട് മാനം കെട്ട് ഇങ്ങനെ ജീവിക്കുന്ന എന്തായി അയാൾ? കഷ്ടം തന്നെ. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഗതി ഇതാണ്. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കണവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ചിന്തയൊക്കെ വിട്ടോ. നമുക്കൊരു സമാധാനപരമായ ജീവിതം നയിച്ചാൽ മതി കേട്ടോ. വെറുതെ ആവശ്യമില്ലാത്ത ശാപങ്ങളോ ഒന്നും മേടിച്ച് കെട്ടിയിട്ടുള്ളൊരു ജീവിതമൊന്നും ജീവിക്കാൻ ആരും ആഗ്രഹിക്കില്ല, ദൈവത്തെ ഓർത്ത്. അത് ഞാൻ ബെഗ് ചെയ്ത് പറയാം നിങ്ങളോട്. എല്ലാം വളരെ നിസാരമായിട്ടാണ് കരുതുന്നവരെല്ലാവരും ഇപ്പം. അതെന്താണെന്നോ, സ്നേഹത്തിനോ ബന്ധത്തിനോ ബന്ധങ്ങൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒന്നും യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു ഇതിലേക്ക് എത്തിപ്പോയി എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.